നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയ വിമാനം തകർന്നു. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 3 പേർ മരിച്ചതായി റിപ്പോർട്ട്. ശനിയാഴ്ചയുണ്ടായ വിമാനാപകടത്തിൽ 2 ഇന്ത്യൻ ട്രെയിനി പൈലറ്റുമാർ മരിച്ചതായി അധികൃതർ അറിയിച്ചു. മുംബൈ സ്വദേശികളായ അഭയ് ഗദ്രു, യാഷ്, വിജയ് രാമുഗഡ എന്നിവരാണ് മരണപ്പെട്ടത്. പൈപ്പർ പിയോ 34 സെനേഗ എന്ന ഇരട്ട എഞ്ചിനുകളുള്ള ചെറുവിമാനമാണ് തകർന്നത്. വാൻകൂവറിൽ നിന്ന് 100 കിലോമീറ്റർ കിഴക്കായി ചില്ലിവാക്കിലുള്ള ഒരു വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ചില്ലിവാക്ക് നഗരത്തിലെ ഒരു കെട്ടിടത്തിന്റെ പിന്നിലെ കുറ്റിക്കാട്ടിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയതെന്ന് കനേഡിയൻ പോലീസ് അധികൃതർ അറിയിച്ചു. വിമാനാപകടത്തിൽ 2 ഇന്ത്യൻ ട്രെയിനി പൈലറ്റുമാരും മറ്റൊരു പൈലറ്റുമാണ് മരിച്ചത്. അതേസമയം വിമാനം തകർന്നതിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. സംഭവത്തെക്കുറിച്ച് കാനഡയിലെ ഗതാഗത സുരക്ഷാ ബോർഡ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളിൽ ബോംബ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. രാജ്യത്തെ 42 വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് ഫിലിപ്പീൻസ് അറിയിച്ചു. അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച മുന്നറിയിപ്പുകൾ പരിശോധിച്ചു വരികയാണെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. തലസ്ഥാനമായ മനിലയിൽ നിന്ന് ഡാവോ, ബിക്കോൾ, പ്രശസ്ത വിനോദസഞ്ചാര മേഖലകളായ പലവാൻ, സെബു എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്ക് ഭീഷണിയുണ്ടെന്നാണ് എയർ ട്രാഫിക് സർവീസുകൾക്ക് ഇമെയിൽ വഴി മുന്നറിയിപ്പ് ലഭിച്ചത്. എപ്പോഴാണ് മുന്നറിയിപ്പ് ലഭിച്ചതെന്ന് CAP വ്യക്തമാക്കിയിട്ടില്ല. ഇമെയിൽ ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷ ശക്തമാക്കാനും ലഗേജുകൾ നന്നായി പരിശോധിക്കാനും മുഴുവൻ സമയ നിരീക്ഷണം നടത്താനും എയർപോർട്ട് സെക്യൂരിറ്റി മാനേജർമാർക്ക് നിർദ്ദേശം നൽകി. ഒക്ടോബർ 4 നൽകിയ മെമ്മോയിൽ ബോംബ് എന്ന വാക്കില്ലെങ്കിലും മനിലയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു വിമാനം പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെബു, പലവാൻ, ബിക്കോൾ, ഡാവോ എന്നിവയും ആക്രമിക്കപ്പെടുമെന്ന് അജ്ഞാത ഇമെയിലിൽ പറയുന്നു. മനില അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ ടെർമിനലുകളിലും പെട്രോളിംഗ് വർദ്ധിപ്പിച്ചതായും K9 യൂണിറ്റുകളെ വിന്യസിപ്പിച്ചതായും നിയമനിർവഹണ ഏജൻസികൾ നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും ഗതാഗത സെക്രട്ടറി ജെയിം ബൗട്ടിസ്റ്റ പറഞ്ഞു. എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രോട്ടോകോളുകൾ നിലവിലുണ്ടെന്നും യാത്രക്കാർ ഭയപ്പെടേണ്ടതില്ലെന്നും ബൗട്ടിസ്റ്റ പ്രസ്താവനയിൽ പറഞ്ഞു.